ഹലോ അഴകി. ഹലോ, എന്തെല്ലാം മോളെ? ഞാൻ വിചാരിച്ചു നീ നല്ല ഉറക്കത്തിലായിരിക്കും. ഉച്ച ഉറങ്ങലായിരിക്കും അല്ലേ? സുഖിക്കലെല്ലാം ആടന്ന് കഴിഞ്ഞല്ലേ, ഇവിടെ വന്നിട്ട് പിന്നെ ഉറക്കല്ലേ ഉള്ളൂ. അതൊക്കെ ഉം. ഓർമ്മിച്ചിട്ട് ഞാനിങ്ങനെ ശരിക്കും പേടിച്ചു പോയി. പേടിക്കാനാ? അതിന് മാത്രം ഉം. എന്തായിരുന്നു? എന്നാ നീ വന്നപ്പോ രണ്ട് ആള് സംസാരിച്ചു പോകുന്നു, പുറത്തോട്ട് സംസാരിച്ചു പോകുന്നുണ്ട്. ഞാൻ വിളിച്ച് റൂമിലൊക്കെ കയറി വരുന്നത്. അങ്ങനെ റൂമിലൊരു റൂം അടച്ചതല്ലേ. സിസ്റ്റമായിട്ടാണല്ലോ എൽ- എണീക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഞാനുള്ളത്. ഓ ആ, ഡോറിന് മുട്ടൊന്നുമില്ല. പക്ഷെങ്കില് എന്താണെന്നറിയില്ല, ഞാനങ്ങനെ ഒരു ശബ്ദേ കേട്ടിട്ടില്ല. നിങ്ങളെ ഉം. കേൾക്കാനാ? ഞാന് എന്റെ മേലെയല്ലേ ഉള്ളത്. നിന്റെ മേലെ എന്താ പറയാ, മറ്റേ കമുങ്ങിന്റെ നല്ല അച്ചിലൊക്കെ പറ്റിയിട്ട് കാണലുണ്ടോ? ഉം. അച്ചില് ഉം. പറ്റിയ ഉം. അതേ അവസ്ഥയായിരുന്നില്ലേ ഇന്നലെ എന്നാ എന്റെ അവസ്ഥ. എന്നാ നീ അതിനേക്കാളും കഷ്ടമായിരുന്നു. ഉം. ഇവിടുന്ന് എനിക്ക് മറുപടിയില്ലാതെ പോലെയല്ലേ കിടത്തേന്. അതല്ലാതെ അത് പിന്നെ ഉടുതുണിക്ക് മറുതുണി ഇല്ലല്ലോ, പിന്നെ അതുകൊണ്ടല്ലേ. ഉം. അതെ, അനക്കിത് കേട്ടിട്ട് എണീക്കാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ സൗണ്ട്, അങ്ങനെ അവര് നടന്നു പോകുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ എന്നാ അവർക്ക് അവിടെ കേൾക്കാനാണ്. അല്ല, അവർക്ക് ഉറക്കമില്ലേ? അവരെടിയോ? ഓ, അവര് നൈറ്റ് ഡ്യൂട്ടിക്കാരല്ലേ. അതുപോലെ പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ എനിക്കും. അതെ, നമ്മളും നൈറ്റ് ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നത്. അത് ആ ഒരു ബോധം അവർക്ക് വേണ്ടേ. ഉം. പിന്നെ ഇങ്ങനത്തെ ഒരു ക്രൂരത എന്നോട് ചെയ്യും കേട്ടോ. എന്ത് പറ്റി? നിന്റെ കുറ്റിത്താടി വെച്ചിട്ടുള്ള വരവില്ലേ? കുറ്റിത്താടി എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ടല്ലേ. അത് ഞാൻ നിർത്തും കേട്ടോ. കുറ്റിത്താടി അങ്ങനെ കളയാൻ പറ്റില്ല. അല്ല, എനിക്ക് ശരീരം മുഴുവൻ എന്ന് പറയുന്നത് പുകച്ചിലേനും. പക്ഷെ കുറ്റിത്താടി കൊണ്ടും ചെറിയ ചെറിയ ഉപകാരമൊക്കെ ഉണ്ട് കേട്ടാ, നീ വിചാരിക്കും പോലെ അല്ല. അത് സുഖമായിരിക്കും. എനിക്കല്ലല്ലോ, നിനക്കല്ലേ അതുകൊണ്ട് കൂടുതൽ ഗുണം. അയ്യോ, വേണ്ട പോലെ ഷേവ് ചെയ്തിട്ട് വന്ന മുടിയോട്ടെ. മിഷീൻ കൂടി ഷേവ് ചെയ്യണമെന്ന് പറയുമോ? വേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. എന്നാ പിന്നെ എല്ലാവർക്കും അതന്നെയാ നല്ലേ. മിനിഞ്ഞാന്ന് തുറന്നങ്ങ് പറയട്ടെ എന്നാല്, മിനിഞ്ഞാന്ന് എന്റെ നാക്കിന്റെ രണ്ട് സൈഡും നല്ല പണിയായിരുന്നു. ഞാൻ പിന്നെ പറയാഞ്ഞിട്ടാണ്. വീട്ടിലെത്തിയിട്ട് കറിയൊന്നും കൂട്ടാൻ പറ്റുന്നില്ല. സഹിക്കുന്ന പോലെ നീ സഹിച്ചു. നമ്മളെ ഇരുമ്പിന്റെ മറ്റേ സ്റ്റീലിന്റെ നാക്ക് പഠിക്കുന്ന സാധനമല്ലേ, അതുകൊണ്ട് പഠിക്കുമ്പോ മുറിഞ്ഞ പോലെ ആയിപ്പോയി. നാക്കല്ലേ മുറിഞ്ഞിട്ടുള്ളൂ, എന്റെ ശരീരം ഒട്ടാകെ വേദന. പിന്നെ നാക്കല്ലാണ്ട് എനിക്ക് പിന്നെ വേറെ എന്ത് മുറിയാനാ? നീ പൊരിച്ചിട്ടായിരുന്നു വന്നു കേട്ടോ. എന്നാ പിന്നെ കുറ്റിയാവൂലല്ലോ. പൊരിച്ചിട്ട് വരാണാ പോടുന്ന്? അല്ല, അത് പൊരിക്കാനുള്ള പൊരിക്കണ. അല്ല, അത് കളയാണ്ട് എന്ന് പറയണ്ടേ, ഇരിക്കുന്ന പരിപാടിയില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് അമ്മനി ഇന്ന് നമുക്ക് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്ന് അങ്ങ് പൊരിക്കാം. ഞാനില്ലേ പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പൊരിക്കുന്നുണ്ട് ഒരേ പൊരിക്കലാണ്. പിഴുത് അങ്ങ് കളയാം. ഞാനിരുന്ന് പൊരിക്കും. ഞാൻ അല്ല, നമുക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിക്കാം. അതല്ലേ നന്നാവുക. ഞങ്ങൾക്ക് നേരമില്ല. നേരമില്ലേ? ഒറ്റക്കൊന്ന് പൊരിച്ചാൽ മതി. നമ്മള് ഒരു ജോലി ചെയ്യുമ്പോ ഒരു പണിക്ക് ഒരാളെ ആക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഒരു ഒരു രസം. നമ്മൾ സ്വന്തം തന്നെ ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യുമ്പോ അതിനൊരു സുഖമില്ലല്ലോ. ഇത് വെള്ളം നനഞ്ഞാല് മുളച്ച് വരുന്ന സാധനമാണ് കേട്ടോ. തന്നെ വേണ്ടി വരും. വെള്ളം നനഞ്ഞാല് ഇപ്പൊ മുളച്ച് വരുന്നതെന്നാ പിന്നെ ഒരുപാട് വെള്ളം നനഞ്ഞല്ലേ നിന്റെ അത്ര ഒരുപാട് നാടെ കാണുന്നില്ലല്ലോ. മുറിച്ച് ഇത് കളയുന്നുണ്ടല്ലേ? മുറിച്ച് കളയണ്ട, അതിന് പിഴുത് കളയണം. അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നല്ല നല്ല പുതിയ പുതിയ ഇത് എന്താ പറയാ, ഇലകൾ വരണമെങ്കിൽ പഴയതൊക്കെ ഇങ്ങനെ മുറിച്ച് കളയണം. അപ്പോഴേ നല്ല ഭംഗിയില് നല്ല രസത്തില് വളർന്നു വരുള്ളൂ. ഷേപ്പാക്കി വെക്കണം, അധികം വളർത്താണ്ട്.
ഉം. എന്ന് വെച്ചിട്ട് നന്ന കുറ്റിയാക്കുഞ്ഞരുത്. കുറ്റിയാക്കുമ്പോഴാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് മുറിയുന്നത്. പിന്നെ ഇങ്ങനെ വേണ്ട ബ്രഷ് പോലെയാ? ബ്രഷ് പോലെ ഉണ്ടാവരുത്. കുറച്ച് എന്ന് വെച്ചാൽ അധികം ആവാതെ ബ്രഷ് പോലെ ഒരു എന്താ പറയാ നല്ല നൈസ് നമ്മള് നല്ല സുഖം ശരീരത്തിലൊക്കെ തട്ടുമ്പോൾ നല്ലൊരു ഇക്കിളി ആവുന്ന ബ്രഷൊക്കെ ഇല്ലേ, അതുപോലെയാണെങ്കിൽ കൊള്ളാം നന്നായിട്ട്. ഞാൻ താടി അങ്ങനെ വെക്കാം. ആ അതാ നല്ലത്. അപ്പൊ അതാണ് ഞാൻ നോക്കട്ടെ ഞാൻ. എന്ത് നോക്കാൻ. ഏതാ? അല്ല ഇന്നലെ നീ ഭയങ്കര ഇതാണല്ലേനു. എനിക്കിത് എന്ന് പറഞ്ഞാല് ഒരു മാറ്റം വന്ന പോലെ. എന്ത് മാറ്റം? ഓരോ ദിവസം കൂടുന്തോറും എന്താ പറയാ, നമ്മള് പറഞ്ഞു കേട്ടില്ലേ ഈ ഇത് എന്താ പറയാ, നമ്മള് പഴയ കിണ്ണെന്ന് പറയുന്ന പാത്രമില്ല, അതൊക്കെ ഇങ്ങനെ തുടച്ച് മിനുക്കി വെക്കുമ്പോൾ തിളക്കം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാ. അതാണ് ഇതേ കുറിച്ച് തിളക്കം കൂടിയിരുന്നല്ലേ. തിളക്കം എന്ന് പറഞ്ഞാല് എന്താ പറയാ, എനിക്ക് ഓപ്പടങ്ങി ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടണ്ടേ കയ്യില്, ഇങ്ങനെ വഴുതി വഴുതി കളിക്കുന്നത്. അതെന്താ? അല്ല നീ ആദ്യമുള്ള പോലെയല്ല, ഇന്നലെ ഭയങ്കര എന്താ പറയണ്ടേ. അത് ഞാൻ ഇന്നലത്തെ എന്താണെന്ന് വെച്ചാല് എനിക്കൊരു തോന്നല്, ഞാൻ മാറ്റം ശ്രദ്ധിച്ചില്ല, അത് പറഞ്ഞു. മാറ്റം തന്നെ. ഇനി ഇന്നും കൂടിയല്ലേ കിട്ടുള്ളൂ, നാളെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴ് നമ്മള് ഈ ചക്കപ്പഴമൊക്കെ കാണുമ്പോല്ലേ ആർത്തി പിടിച്ചിട്ടൊരു തീറ്റി, അതേ അവസ്ഥയായിരുന്നു എന്റെ. ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ തേൻ വരിക്കൊക്കെ കഴിക്കും. അതായിരുന്നു. എത്ര ദിവസം ഉണ്ടാവും അറിയില്ല കേട്ടാ. നല്ല തേൻ ഒലിക്കുന്ന ചക്കപ്പഴം കയ്യിൽ നിന്ന് പോകാൻ പോകുന്നില്ല, അപ്പൊ കിട്ടുന്നിടത്തോളം കഴിക്കാന്ന് വിചാരിച്ചു. എപ്പം മതിയാവുക? എപ്പം മതിയാവാൻ? അല്ല ചക്കപ്പഴം ഇത് തീരുമല്ലോ. ചക്കപ്പഴം ഇത് തീരാതെ ചക്കപ്പഴല്ലേ. മതിയാക്കണം എന്തായാലും. മതിയാക്കാൻ പറ്റൂല മോളെ. അതിന്റെ രുചിയും മണമെല്ലാം പിടിച്ചല്ലേ. മണമൊക്കെ സൂപ്പറല്ലേ. മണം കിട്ടുമ്പോ തന്നെ ഒരു എന്താ പറയാ, ഒരു സന്തോഷവും ഒരു സുഖകരമായ ഒരു സംഭവമൊക്കെ ഇങ്ങനെ വരാനുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അത് ഇതൊക്കെ നാവ് പുകഞ്ഞിട്ടില്ല അല്ലേ? എന്നാ പുകച്ചില് തുടങ്ങിയല്ലേ? നാവ് ഇന്ന് പോഞ്ഞിട്ടില്ല, മിഞ്ഞാന്നായിരുന്നു ഭയങ്കര പുകച്ചിൽ. ഇന്ന് ഹോസ്പിറ്റലായതുകൊണ്ട് കുറ്റിയെല്ലാം പോയി കുറച്ച് വളർന്ന് ഇങ്ങനെ വന്നല്ലോ, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കണം വിചാരിച്ചു എന്റെ നാവാടി ഉണ്ടോ. അതെന്താ? അല്ല മാതിരിയാന്നില്ല, ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു പ്രത്യേക മാറ്റം. അതൊക്കെ നിന്റെ അടുത്ത് എത്തുമ്പോ അങ്ങനെ പ്രത്യേക പലതരം മാറ്റങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നിന്റെ പെർഫോമൻസ് അങ്ങനെയാണല്ലോ. അതെ. ഇന്നും വരേണ്ട പരിപാടിയാ? ഇന്നും വരേണ്ട പരിപാടിയാന്ന് ഞാൻ ഇന്ന് രാവിലെ ആണെന്ന് പുറപ്പെടുമ്പോ പറഞ്ഞില്ലേ, ഡിസ്ചാർജ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. സ്ഥിരമായിട്ട് വന്നിട്ട് പോകുന്ന പരിപാടിയാ? ഞാൻ അവിടെ ഉണ്ടാവുന്നു. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞില്ല, എന്റെ സുഹൃത്തുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എനിക്ക് അവനെ കൂട്ടുകിടക്കാൻ പോകണം, അവൻ പാവാന്ന്, അവന് വേറെ ആരും ഇല്ല, സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞാൽ അതല്ലേ, ആരും ഇല്ലാതെ അവരെ സഹായിക്കണം, അത് നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. ആർക്ക് എപ്പോഴാണ് കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ ചോദിക്കണ? അത് ചോദിച്ചിട്ടില്ല, ഉള്ളതല്ലേ പറയാൻ പറ്റും. അതെ. അപ്പൊ ഇന്ന് കൂട്ടുകിടക്കാൻ വേണ്ടെന്ന് തോന്നുന്നു. നീ വെറുതെ ആളെ കൊതിപ്പിക്കല്ലേ. ഞാനൊന്ന് എന്റെ വിശപ്പ് മാറ്റിക്കോട്ടെ. വിശപ്പ് ചക്കപ്പഴം തോന്നിട്ട് ഇനി അധികം മാറ്റണ്ട. എന്നാ ചക്കച്ചോള തന്നാ മതി. അനക്ക് ഇവിടെ ഒന്നും വേണ്ട, ശരീരമൊട്ടാകെ പോയിട്ട് കളിക്കുന്നു. ശരീരമൊട്ടാകെ പോയാ എന്താ നീ ചക്കച്ചോള പറ്റില്ലേ? ഇന്ന് മുള്ളിന്റെ അകത്ത് ഇരുവുണ്ട്, കാര്യം മുള്ളിനെ അതിന്റെ അകത്ത്. അതെന്താ അങ്ങനെ? അങ്ങനെയുള്ളത്. നീ ചക്കന്റെ പുറംതൊലിയാണോ കഴിച്ചോണ്ടിരിക്കുന്നത്? മുള്ള് അതുപോലെയാണല്ലോ എന്റെ മുഖം. അതെ, എല്ലാം കൂടി അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞാനൊരു കാര്യം മൊത്തം ഷേവ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു ഇന്ന് പൊരിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെ പിഴുത് കളയാൻ പറ്റില്ലെന്നേ.
എന്നാ നല്ലോണം മിനുസാക്കിയിട്ട് വരാം ട്ടാ. മിനിസാക്കിട്ടാ ആ ഞാനൊന്ന് ശ്രമിക്കാം. എന്തായാലും താടിയല്ലല്ലോ വലുത്. അല്ല ഇങ്ങനെ വരണ്ടിക്ക് ശ്രമിച്ചാ പോരാ. ഉം, ശ്രമിച്ചാ പോരാ, ചെയ്യണം. ഉം. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉം. നീ ഇത് ഡോക്ടറോട് ഡിസ്ചാർജ് വേണ്ടെന്നങ്ങനെ പറയാം. എൻ്റെ അടുത്ത് നീ വരണ്ടെന്ന് പറയുന്നെങ്കിലും ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ. അപ്പൊ ഉം. നീ പിന്നെ ഡോക്ടറോട് പറഞ്ഞാ എനിക്ക് ഡിസ്ചാർജ് വേണ്ട ഡോക്ടറെ, ഇവിടെ തന്നെ അമ്മേനെ കിടത്തിക്കോ. പിന്നെ നീ കൊടുക്കൂലേ ഇവിടെ പൈസ? ഓ, അതിനിപ്പോ പൈസ ഇല്ലാതെ ആളൊന്നല്ലോ നീ. അല്ലെങ്കിൽ അമ്മക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ആശുപത്രി നല്ല കിടക്കാൻ. പോത്ത കാശുള്ള ടീമല്ലേ നീ, പണ്ടേ എനിക്കറിയുന്നല്ലേ. എന്നാലും ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുക ഹോസ്പിറ്റലിൽ കിടക്കാൻ ഇഷ്ടം? ഹോസ്പിറ്റലിൽ കിടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സുഖ ചികിത്സക്കൊക്കെ പോകുന്നത്. പക്ഷെ അത് ആയുർവേദ ഹോസ്പിറ്റലായിരിക്കില്ല. ആണ് ഇന്നെ പോലത്തെ ആളിന് പിന്നെ സുഖം വേറെയൊന്നും വേണ്ടല്ലോ. അതാണ്. ഇന്ന് വരുന്നത് എന്തും കൊണ്ടാ? വെറുതെ പറഞ്ഞു. അല്ല ചോദിച്ചോ. വേറെ എന്ത് സാധനം വണ്ടിക്കുന്നു ഞാൻ റെഡി ആയി കൊണ്ടുതരാം. ആണോ? അയ്യോ എനക്ക് വേണ്ടപ്പാ. എന്നാ എന്റെ അടുത്തുള്ളതിനെ കൊണ്ട് തൃപ്തിയാകും, അതല്ലേ നല്ലേ? അത് മതി. അത് തന്നെ ആണ് നല്ലത്. പിന്നെ ഞാൻ വെക്കുന്നു. നീ വെച്ചോ, ഞാന് വൈകുന്നേരം രാത്രി അവിടെ പറന്നെത്തും. അതാണ് അതിന് വൈകുന്നേരം ഇപ്പൊ സമയത്തായി 5:30 അല്ലേ? വൈകുന്നേരം ഡിസ്ചാർജ് ആവില്ല, അങ്ങനെ ഇതുവരെ ഒരു സംഭവം ഇല്ല. ഇല്ല, ആക്കൂല. കാരണം എന്താ വെച്ചാൽ അവർക്കും നല്ല കാര്യമല്ലേ, കാരണം അവിടെ പേഷ്യന്റ് ഒക്കെ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും. അത് ഏതായാലും നന്നായി, എനിക്കൊരു നല്ല കാര്യമായി. അതിനാവുന്നില്ല, ഇന്നത്തെ കാര്യം ഓക്കെ, നാളത്തെ നോക്കിയാൽ മതി. തയ്യാറെടുത്ത് വന്നിട്ട് എന്റെ കൃഷ്ണ, അങ്ങനെയൊന്നും പറ്റല്ലേ. പിന്നെ ഞാൻ വെക്കണം. ശരി.